പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ ഒന്നും റിപ്ലൈ തന്നില്ല. ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പം റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവർ ആ ഒരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും വീണ്ടും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം അതിന് താഴെ പിന്നീട് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. ഒരു 500-500ഓളം കമന്റ്സ് പല വീഡിയോയുടെ താഴെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേക്ക് ആണ്, നിങ്ങൾ ഒരിക്കലും ഇത് മേടിക്കരുത്, പൈസ പോകും, പൈസ അങ്ങനെയാണ്, പൈസ തിരിച്ച് കിട്ടത്തില്ല, ഓർഡർ എടുത്തിട്ട് പറ്റിച്ചു. ആ ഒരു ഡ്രസ്സ് തന്നെ 1000 സംതിങ് രൂപയ്ക്ക് അവർ ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടു. അപ്പം എന്നെപ്പോലെ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 250 വരെ 1000 സംതിങ് രൂപയ്ക്ക് ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരാൾക്ക് പോലും ഇപ്പം ഒരു 100 പേരുടെ കയ്യിൽ ഓർഡർ എടുത്ത് ഒരു 50 പേർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടില്ല, ഇവർ ആ 100 പേരുടെ കയ്യിൽ ഓർഡർ എടുത്ത് അവരുടെ പൈസ മേടിച്ചിട്ട് ആ 100 പേർക്ക് ഇവർ ഡ്രസ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഓൺലൈൻ കച്ചവടത്തിലൂടെയുള്ള ചതി വീണ്ടും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതെന്തിനാണെന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഓടിച്ചാടി മറിഞ്ഞു വന്ന് ആ വീഡിയോകളെല്ലാം കാണാനും പറ്റും. നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ചാനലിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഡേവ് ഡീകോഡ്സിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളും നമ്മുടെ കൂടെ യാത്ര ചെയ്യുക. സോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഓൺലൈൻ വ്യാപാരങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചാണ്. മലയാളി പൊളിയല്ലേ? അതെ, മലയാളി പൊളിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നതും കബളിപ്പിക്കുന്നതും മലയാളി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു റിയാക്ഷൻ വ്ളോഗർക്ക് പറ്റിയൊരു അബദ്ധം അവർ സംസാരിക്കുന്ന വീഡിയോ ആണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അതിന്റെ ബാക്കി ഭാഗം, അതിന്റെ എക്സാക്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ അവരുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വീഡിയോകൾ കണ്ടു വേണം സംസാരിക്കാൻ. ആ സ്ഥാപനം ഏതാണ്, എന്താണ് അവർക്ക് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. നമുക്ക് അവരുടെ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുകാരെ എന്നെ പറ്റിച്ചു, എൻ്റെ കുറച്ച് പൈസ ഒക്കെ അടിച്ചെടുത്തു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അതുകൊണ്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓൺലൈൻ വഴി നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതേപോലെ അങ്ങനെയുള്ള മീഷോ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നവരാണല്ലേ. ഇപ്പോൾ മിക്ക ആൾക്കാരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നത്? സാമാന്യം വില കുറച്ച് സാധനം കിട്ടും, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അവർ സാധനം എത്തിക്കും. നമ്മൾ കടയിൽ പോയി ബാർഗെയിൻ ചെയ്ത് സമയം കളഞ്ഞ് സാധനം വാങ്ങാൻ നിൽക്കണ്ട. ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് അവരുടെ പ്രോഡക്റ്റ് എത്തിച്ചു തരും. നമ്മൾ കാശ് മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് ആ ഒരു സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഒരുപാട് ആൾക്കാർ, ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഞാനും ഒരുപാട് ഓൺലൈൻ പ്രോഡക്റ്റുകൾ മേടിക്കുന്ന ഒരാളാണ്. പക്ഷേ എല്ലാം നോക്കി പറ്റിക്കപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് എല്ലാവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ പോലും അവിടെ ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെടാൻ സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ഇവിടെ ഈ ചേച്ചി ജീവ എന്നാണ് ഇവരുടെ പേര്. ഇവർക്കൊരു ചാനലൊക്കെ ഉണ്ട്. സോ ഇവർ ഇൻസ്റ്റാഗ്രാം വഴി, അവർ അധികം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത ഒരാളല്ലായിരുന്നു. അവരുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം എടുത്തു. അതിനകത്ത് വന്നൊരു ആഡ്, ഒരു ഡ്രസ്സിന്റെ ആഡാണ്. ഈ ആഡ് കണ്ടിട്ട് ഇവർ ഈ സാധനം ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്തതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ജീവ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പൊതുവെ വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നീട് എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബും അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് ഇടുക, യൂട്യൂബിലെ വീഡിയോസ് കാണുക, അതിൽ നിന്നുള്ള ഷോർട്സ് കാണുക, അതൊക്കെ മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളൂ. അതുപോലെ ഞാൻ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളൊന്നും അല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴിയൊന്നും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒന്നും ഒരുപാട് ഉപയോഗിക്കില്ല. രണ്ടിലും എനിക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിലെ അക്കൗണ്ട് ഈ ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അതിൽ ആക്റ്റീവ് ഒന്നും അല്ല. ഞാൻ അതിൽ പോസ്റ്റ് പോലും ഇടാറില്ല. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തത് ഈയിടെയാണ്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എടുത്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഓരോ ഡൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഐഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കരുതല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈയിടെയായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലെ ഓരോ റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പം ഇപ്പോഴല്ല, ഈയിടെയായിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിനെ പറ്റി കണ്ടത്. ഈ ഷോപ്പിന്റെ പേര് ശാസ്ത എന്നാണ്. അവർ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതും ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ റീൽസോ അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും പരസ്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. സാസ്ത എന്നാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ പേര്. പക്ഷെ പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഈ ഐ ഡി ഫേക്ക് ആണ്. സാസ്ത ബസാർ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, അതൊരു ചേട്ടനാണ് നടത്തുന്നത്. ആ പേര് പറഞ്ഞിട്ട് ഇവര് തട്ടിപ്പ് നടത്തുകയാണ് എന്ന് ഈ ജീവ തന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. ജീവയ്ക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് ജീവയ്ക്ക് അബദ്ധം പറ്റിയത്, അതാണ് മെയിൻ വിഷയം എന്ന് പറയുന്നത്. ഇനി ആരും പറ്റിക്കപ്പെടാൻ പാടില്ല എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ജീവ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കണ്ടു നോക്കിയപ്പം മലയാളത്തിലാണ് അവർ സംസാരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസിന്റെ കാര്യങ്ങൾ, ഞാൻ കൊടുത്തിട്ടുള്ള പേയ്മെന്റിന്റെ കാര്യങ്ങൾ, വാട്സ്ആപ്പ് ചാറ്റ്, അതെല്ലാം ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാവേ. അപ്പോൾ ഈ വീഡിയോ ഇടയിൽ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഒരു ഫോണേ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ അവരുടെ വീഡിയോ കണ്ടാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ എന്താ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലാണ് അവരുടെ വീഡിയോയും കാര്യങ്ങളും. അപ്പം മൂന്ന് ദിവസത്തിനകം ഞങ്ങൾ ഡെലിവറി ഒക്കെ ചെയ്യും. 250 രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി പാൻറ്റും ഷോളും അതുപോലെ ടോപ്പും സഹിതം 250 രൂപയേ ഉള്ളൂ. അപ്പം അങ്ങനെ കണ്ടു. ഞാൻ കമൻസും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഒരുപാട് കമൻസ് ഒന്നും ഞാൻ കണ്ടൊന്നുമില്ല. ആ ഒരൊറ്റ വീഡിയോ മാത്രമേ അവരുടെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. എനിക്ക് ആ ഒരു കുർത്തി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു ഇതിനകത്ത് ജീവയുടെ ഭാഗത്ത് വന്നൊരു
അബദ്ധം എന്ന് പറയുന്നത് ഒരു കുർത്തിയും അതിൻ്റെ ഷോളും അതിൻ്റെ പാൻറ്റും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്. കാരണം പുറത്ത് എങ്ങനെ പോയാലും ഒരു 700 രൂപ 800 രൂപ 1000 രൂപ വിലയുള്ള സാധനം ഇവർക്ക് എങ്ങനെ 250 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? അപ്പോൾ ഒരു പക്ഷേ മാനുഫാക്ചേഴ്സ് ആയിരിക്കാം, അപ്പോൾ അവർക്ക് ഒരുപാട് വില കുറച്ച് സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. തട്ടിപ്പ് നടത്തുന്നവർക്ക് 100 രൂപ കിട്ടിയാലും അവർക്ക് ലാഭമാണ്. എന്നാൽ വാട്സപ്പിൽ ഇവരോട് നേരിട്ട് ചോദിക്കാമെന്ന് ഓർത്ത് ഞാൻ ചോദിച്ചപ്പം ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തെങ്കിലും വേണം സംസാരിക്കാമെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ അവരോട് ഞാൻ എൻ്റെ എമൗണ്ട് കാര്യങ്ങൾ എവിടെ നിന്നാണ് സെയിൽ ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ്, അതുപോലെ 250 രൂപ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ 250 രൂപ അവർക്ക് കൊടുത്തു. എൻ്റെ സൈസിന് അതുപോലെ ഏത് കളർ വേണം, അവർ കുറേ ടോപ്പും കാര്യങ്ങളും അവരുടെ കയ്യിലുള്ള ഒരുപാട് ഡിസൈൻസ് ഒക്കെ അയച്ചു തന്നു. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനത് സെലക്ട് ചെയ്ത് തിരിച്ചു അയച്ചു. അങ്ങനെ ഞാൻ 250 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയാണ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് 150 രൂപയും കൂടെ അടയ്ക്കണം എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആദ്യമേ ഇതൊക്കെ പറയത്തില്ലെന്ന് ചോദിച്ചു. അന്നേരം അവർ വന്നു, മേഡം എന്നാൽ 2 ചുരിദാർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്, അപ്പോൾ 250 500 വരുമല്ലോ, പക്ഷേ ഇത് 450 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എന്താ ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ചുരിദാറിൻ്റെ ഇതാണല്ലോ, അപ്പം ഓഫറിൽ കുറവാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഞാൻ 2നും കൂടെ ഉള്ള ഇത് കൊടുത്തു, 2നും കൂടെ ഓർഡർ കൊടുത്തു. അപ്പോൾ ഞാൻ 2 ചുരിദാർ കൊടുത്തിട്ട് 250 രൂപ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു 200 രൂപ കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ മൊത്തം ഞാൻ 450 രൂപ ആയിട്ട്. അതാണ് നേരത്തെ സ്ക്രീൻഷോട്ട് കണ്ടത്. ആദ്യം ഒരു 250 രൂപ അടച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ച് ഇൻഫോം ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് 150 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, അപ്പോൾ ടോട്ടൽ 400 രൂപ. ഇനി 2 ഡ്രസ്സ് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 450 രൂപ കൊടുത്താൽ മതി. ജീവ എന്ത് ചെയ്തു? 2 ഡ്രസ്സ് എടുത്തു. വീണ്ടും 50 രൂപ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് 2 ഡ്രസ്സ് എടുത്തു. ഇവിടെയാണ് ജീവയ്ക്ക് അബദ്ധം പറ്റിയത്. 250 രൂപയ്ക്ക് 150 രൂപ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 2 ഡ്രസ്സിന് വേണ്ടി 450 രൂപ കൊടുത്തത്. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞെടുത്ത് 3 ദിവസം കഴിഞ്ഞു, അത് 5 ദിവസമായി, സാധനം വന്നില്ല. അതിനുശേഷം ഇവരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നുള്ളതാണ് ഇനി ജീവ പറയാൻ പോകുന്നത്. നമുക്കത് കേൾക്കാം. കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3 ഓർഡർ കൺഫേം ആയിട്ടുണ്ട്, 3 ദിവസത്തിനകം ഡെലിവറി അഡ്രസ്സിൽ വന്നോളൂ എന്ന് പറഞ്ഞ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. 3 ദിവസമായി, 4 ദിവസമായി. 4ാമത്തെ ദിവസം ഞാൻ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഡെലിവറി വന്നിട്ടില്ല, എൻ്റെ ഡെലിവറി ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ അറൈവിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവരുടെ ഓർഡറിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. പക്ഷേ അവർ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ല. അന്നേരം പിന്നെ 2 ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഇപ്പം എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദേഷ്യം വന്നു. ഞാനും പറഞ്ഞു, എനിക്ക് സമയമില്ല, നിങ്ങൾ എൻ്റെ ഓർഡർ എന്തായാലും ഞാൻ പൈസ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബറാണ്, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും. എന്ത് ഉടായിപ്പാണെന്ന് മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ അവർ ചോദിച്ച കാശ് അങ്ങോട്ട് കൊടുത്തു, 2 ഡ്രസ്സിലും കൂടി 450 രൂപ അയച്ചു കൊടുത്തു. 3 ദിവസത്തിനകത്ത് സാധനം വരുമെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം അങ്ങോട്ട് ചോദിച്ചപ്പോഴേക്കും അവർക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. ഇത് ആദ്യമേ ഉടായിപ്പാണെന്ന് ജീവ തിരിച്ചറിയണമായിരുന്നു, അതിന് കഴിഞ്ഞില്ല. ഏത് സ്ഥാപനമാണ് എനിക്ക് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുന്നത്? എല്ലാവരും പറയുന്നുണ്ട് കസ്റ്റമറാണ് കിങ്, അതുകൊണ്ട് കസ്റ്റമറോട് വളരെ മാന്യമായിട്ടായിരിക്കും സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ കാശ് അങ്ങോട്ട് വാങ്ങിയതിന് ശേഷം പിന്നെ സംസാരിക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിലും ഭേദം വല്ല കമ്പിപ്പാരയും എടുത്ത് കക്കാൻ പോകുന്നതാണ്. ഇതിന് മുന്നോടിയായിട്ട് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ വേണം സംസാരിക്കാനെന്ന്. പക്ഷേ ഇവർ കാണിച്ച ആഡ് എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ആഡാണ്. നേരത്തെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നതും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും മലയാളി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ ജീവിക്കൂടെ നഷ്ടപ്പെട്ട് 450 രൂപയാണ്. പക്ഷേ ഒരു ദിവസം എത്ര പേര് ഇതുപോലെ 450 രൂപ കൊടുക്കുന്നുണ്ടാവും? അതിനകത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇപ്പോൾ കൺസ്യൂമർ കോർട്ടിലോ ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇവർ ഈ സാധനം എത്തിച്ചു കൊടുക്കുമായിരിക്കും. അല്ലാത്തവരുടെ കയ്യിൽ നിന്ന് കാശ് പോവാണ്. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും 450 രൂപയല്ലേ, പോട്ടെ കുഴപ്പമില്ല, 2 ബിരിയാണി കഴിക്കുന്ന കാശല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. വില കുറച്ച് കിട്ടുന്ന ഡ്രസ്സല്ലേ എന്ന് ഓർത്തിട്ട് ഡ്രസ്സ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം അവരാണെങ്കിൽ അത് എനിക്ക് അന്നേരം റിപ്ലൈ തന്നില്ല. പിറ്റേ ദിവസം അവരോട് പറഞ്ഞു, മാഡം സോറി, നിങ്ങളുടെ ഡെലിവറി അടുത്ത ശനിയാഴ്ചത്തേക്കിനാവത്തുള്ളൂ, അവിടുത്തെ ഡെലിവറി ബോയുടെ ഒരു പ്രശ്നം കാരണമാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കാം ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് ഓർത്ത് പിന്നെ ഒരു 2 ആഴ്ച കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും റിപ്ലൈ തന്നില്ല. യൂട്യൂബറാണ് കംപ്ലയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ബോധം വന്നു. അപ്പോൾ പിന്നെ റിപ്ലൈ കൊടുത്തു തുടങ്ങി. അവിടെ ഡെലിവറി ബോയ് ഇല്ല. അല്ല, ഇവരുടെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് അവരുടെ ആൾക്കാർ തന്നെയാണോ? ഒന്നുകിൽ ഇവർ കൊറിയർ ചെയ്ത് കൊറിയർ ബോയ് വീട്ടിൽ കൊണ്ടുവരും, അതല്ലെങ്കിൽ ഇവർ പോസ്റ്റ് വഴി അയച്ച് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരും. ഇത്തരത്തിലല്ലേ ഇവരൊക്കെ ഡെലിവറി ചെയ്യുന്നത്? അതോ അവർക്ക് സെപ്പറേറ്റ് ഡെലിവറി ബോയ് ഉണ്ടോ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്ന്? ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ കംപ്ലയിന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പം റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവർ ആ ഒരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും അവർ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ഡ്രസ്സുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ വില പറഞ്ഞേക്കുന്നത് 250 രൂപയാണ്. ഇവർ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ളവരായിരിക്കും ഇങ്ങനെ അങ്ങനെയുള്ള ഷോപ്പായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവർ മലയാളത്തിൽ വീഡിയോസ് ചെയ്തിട്ട് കേരളത്തിലുള്ളവരെ ഒന്ന് കേരളത്തിലുള്ളവരുമായിട്ടൊന്ന് സെയിൽ ഇതാക്കുക എന്ന് മാത്രമേ ഇവർക്കുള്ളൂ. ഇവർ അതും 250 രൂപയ്ക്ക് ഒരിക്കലും കിട്ടാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കുർത്തീസാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പം ഇപ്പം മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തിപ്പോൾ മഹാരാഷ്ട്ര രാജസ്ഥാനിലൊക്കെ അവർ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇത്രയും റേറ്റ് ഒക്കെ കുറവെന്ന് ഓർത്തു. അപ്പോൾ സത്യമായിരിക്കും എന്ന് ഓർത്തിട്ടാണ് അതിന് 250 രൂപയല്ലേ ഒരു ഓർഡർ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവർ മലയാളത്തിൽ വീഡിയോ കണ്ടിട്ടാണ് ജീവ ഓർഡർ ചെയ്യുന്നത്.
മലയാളികളാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവർ പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹിന്ദിക്കാരാണ് ഇത് ചെയ്യുന്നത്. നമ്പർ 1 തട്ടിപ്പാണ്, നമ്പർ 1 ഉടായിപ്പാണ്. ഇവരെന്തുകൊണ്ട് ഇത് മലയാളികൾക്കിടയിൽ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്, എവിടെയാണോ വില കുറച്ച് സാധനം കിട്ടുന്നത് അവിടെ മലയാളി ചാടി വീഴും, എവിടെയാണോ ഓഫറിൽ സാധനം കിട്ടുന്നത് അവിടെ മലയാളി ചാടി വീഴും. അപ്പോൾ ആ മലയാളിയുടെ ആറ്റിറ്റ്യൂഡിനെയാണ് ഇത്തരംക്കാർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചൂഷണങ്ങളിൽ ഓടിച്ചാടി വീണ് പോകുന്നതും നമ്മളൊക്കെ തന്നെയാണ്. സോ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ജീവയ്ക്ക് നഷ്ടപ്പെട്ട് 450 രൂപയാണ്. ജീവയെ പോലെ എത്ര പേർക്ക് ഈ 450 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട്, ഇപ്പോൾ 3-4 ഡ്രസ്സൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇത്രയും വില കുറവല്ലേ, 10 ഡ്രസ്സ് ഒരുമിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 4500 രൂപ വരുന്നുള്ളൂ. അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് അവർ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ലാഭമാണ്. എന്തെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എത്തിച്ച് കൊടുക്കണ്ടല്ലോ. ചില ആൾക്കാർ മാത്രമല്ലേ ചോദിക്കത്തുള്ളൂ. ഇപ്പോൾ ജീവയെ പോലുള്ള ആൾക്കാർ അങ്ങോട്ട് ദേഷ്യപ്പെട്ടും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയൊക്കെ സംസാരിക്കും. ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ പോട്ടെ കുഴപ്പമില്ല, എത്ര രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും. അത് അവരുടെ ലാഭമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ നിരവധിയാണ്. ഇന്നത് എൻ്റെ മറ്റൊരു സുഹൃത്തിന് ഗംഭീര ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ആ വിഷയം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞ് നിൽക്കുകയാണ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഓൺലൈൻ വഴി സാധനം വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.